വണക്കം വന്ദന നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഇന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 20 തീയതി മെയ് മാസം 2026 രാവിലെ 7:35 ആയിട്ടുണ്ട്. ഇത് സ്ക്രീൻഷോട്ടാണ്. ഇന്നലത്തെ ലെവലാണ്. ഇന്നലത്തെ വീഡിയോയിൽ ഈ ലെവൽ രണ്ടും വരച്ചിട്ട് ഈ ലെവൽ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് രാവിലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഒരു 3 മിനിറ്റിന്റെ വീഡിയോ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ പോയിന്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ആ പ്രീമിയത്തിന്റെ ലെവൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മാർക്കറ്റിനെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മാർക്കറ്റ് മുകളിലോട്ടാണോ പോകുന്നത്, അല്ലെങ്കിൽ നിഫ്റ്റി മുകളിലോട്ടാണോ പോകുന്നത്, അല്ലെങ്കിൽ നിഫ്റ്റി താഴോട്ടാണോ വരുന്നത്, സൈഡ് വേസ് ആണോ, നമുക്ക് ഓപ്ഷൻ ബയർ ആണെന്നുണ്ടെങ്കിൽ അത് ഓപ്ഷൻ ബയറിന്റെ ദിവസമാണോ, അല്ല ഓപ്ഷൻ സെല്ലറിന്റെ ദിവസമാണോ. ഇങ്ങനെ ഈ വരുന്ന പാരാമീറ്റർ ഇതൊക്കെ തന്നെയാണ് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും മറ്റു സ്റ്റോക്സിലും ഒക്കെ ഓപ്ഷൻ ട്രേഡിങ്ങിൽ നടക്കുന്നത്. ഓക്കെ, സോ ഇത് ഈ സ്ക്രീൻഷോട്ടിൽ ഇവിടെ കണ്ടോ 23,760 എന്ന് പറയുന്ന അച്ചട്ടായിട്ടുള്ള നമ്പറാണ്. അച്ചട്ട് ആ ഒരു ലെവൽ വരുമ്പം ഫ്യൂച്ചറിലാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം, ഫ്യൂച്ചറിലാണ് ഇത് വരച്ചിട്ടിരിക്കുന്നത്. 15 മിനിറ്റിന്റെ ക്യാൻഡിൽ സ്റ്റിക്കാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ അച്ചട്ടായിട്ട് അവിടെ വരുമ്പോൾ എന്തുകൊണ്ടാണ് തിരിഞ്ഞത്? എന്തുകൊണ്ടാണ് ആ വലിയൊരു റെഡ് ക്യാൻഡിൽ വന്നിട്ട് തിരിച്ച് താഴോട്ട് തന്നെ, അല്ലെങ്കിൽ നിഫ്റ്റി 50യുടെ ഫ്യൂച്ചർ താഴോട്ട് തന്നെ വരാനുള്ള റീസൺ, ആ ലെവലിന്റെ അവിടെ ഓപ്ഷൻ സെല്ലേഴ്സ് ഇരിപ്പുണ്ട്. ഓപ്ഷൻ സെല്ലർ ആരാണ്? മുകളിലോട്ട് പോകാതിരിക്കാനായിട്ട് കാൾ സെല്ലർ അവിടെ ഇരിപ്പുണ്ട്. കാൾ സെല്ലർ അവിടെ നിന്ന് വീണ്ടും സെല്ല് ചെയ്തു. ആ പ്രീമിയം വന്നപ്പം വീണ്ടും താഴോട്ട് വന്നു. ഇതൊരു നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലാണ്. താഴോട്ട് വരും എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതേപോലെ എത്ര പേര് ശ്രദ്ധിച്ചോ, അല്ലെങ്കിൽ ഇനി മുതൽ ശ്രദ്ധിക്കാത്തവര്, ഇന്നലെ ഡേ ഓപ്പൺ, നമ്മൾ അറ്റ് ദ മണി ഓപ്പൺ ബേസ് ചെയ്തിട്ടാണ് സ്ട്രാറ്റജീസ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് മാർക്കറ്റ് പ്രൊഫൈലിനെ സംബന്ധിച്ചിടത്തോളം ഓപ്പൺ സ്ട്രാറ്റജി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതാണ് ഉഗ്രനായിട്ടുള്ള സ്ട്രാറ്റജി. മാർക്കറ്റ് പ്രൊഫൈലിൽ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ട്രാറ്റജി ഓപ്പൺ ഡ്രൈവ്, ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ്, അങ്ങനെ ഓപ്പൺ ബേസ് ചെയ്തിട്ടുള്ള ഒരു 4-5 തരം സ്ട്രാറ്റജീസ് ഉണ്ട്. അതാണ് ഒരു ഓപ്ഷൻ ബയറിനെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നത്. എന്താ പറയാ, ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്നത്. ഇതല്ല സ്പോട്ട്, ഇത് ഫീച്ചറാണ്. നമ്മൾ സ്ട്രൈക്ക് കണ്ടെത്തേണ്ടത് സ്പോട്ട് ബേസ് ചെയ്തിട്ടാണ്. അങ്ങനെ പറയുമ്പോൾ സ്പോട്ട് 23,693 ഓപ്പൺ ആയത് ഇന്നലെ എക്സ്പയറി ദിവസം. അത് അപ്പൊ നമ്മുടെ ആ സമയത്തുള്ള അറ്റ് ദ മണി എന്താണ്? 23,700 രൂപ. 23,700. അങ്ങനെ വരുമ്പോൾ 23,700ന്റെ സ്ട്രൈക്ക് നിങ്ങൾ സിയും പിയും ഇട്ട് ഇന്നലെ കണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഓപ്ഷൻ ബയർ ആയിരിക്കത്തില്ല. അത് എന്താണ് റീസൺ? ഇതൊക്കെ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. റെഗുലർ ആയിട്ട് നമ്മൾ വീഡിയോ ഇടും. വീഡിയോയിൽ വാച്ച് ചെയ്യുക. ടെലഗ്രാം ചാനലിൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ജോയിൻ ചെയ്യാം. അവിടെയും ലൈവ് ഡിസ്കഷൻ, റിവേഴ്സൽ ആവുമോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പ്രീമിയം ഏതൊക്കെ സ്ട്രൈക്കിൽ നോക്കണം, ഇതൊക്കെ നമ്മൾ അതിനകത്ത് ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യും. ഇത് നിഫ്റ്റി ഫ്യൂച്ചറിന്റെ ഇന്നത്തെ ലെവലാണ്. ഇന്നത്തെ പോയിന്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് 221 രൂപയാണ്. 221 രൂപയാണ്. ഇതാണ് ഇന്നത്തെ ലെവൽ. കാരണം നമുക്ക് ഇവിടെ നിന്ന് ഒരു 300 പോയിന്റോളം റിക്കവറി വന്നിട്ടുണ്ട് അല്ലെ. എത്രയാണ്? ഇതാണ്ട് ഇവിടെ നിന്ന് റിവേഴ്സൽ ആയ മാർക്കറ്റ് ഈ ലെവലിൽ നിന്ന് ഇവിടെയാണ് വന്ന് ക്ലോസ് ആയത് മെനിഞ്ഞാന്ന്, അതായത് തിങ്കളാഴ്ച. 290 പോയിന്റിന്റെ ഫ്യൂച്ചറിൽ ഒരു റിക്കവറി നടന്നിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് വീഴുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. ചാൻസസ് വളരെ വളരെ കുറവാണ്. പക്ഷെ ഈ ലെവൽ നിങ്ങൾക്ക് നോക്കാം. 23,820 എന്ന് പറഞ്ഞ മുകളിലുള്ള ലെവലും താഴെ 23,380 എന്ന് പറയുന്ന ലെവലും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇന്നത്തെ പോയിന്റ് ഓഫ് കൺട്രോൾ 221 പോയിന്റ് ഓഫ് കൺട്രോൾ. ശ്രദ്ധിക്കുക. വീണ്ടും ഒരു വീഡിയോ നാളെ കണ്ടുമുട്ടാം. കണ്ടതിൽ നന്ദി, നമസ്കാരം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.